എന്തെല്ലാം സൗകര്യങ്ങളാണ്, ഞാൻ പെണ്ണി പറയുന്നില്ല, പറയാൻ മാത്രമല്ല വേറല്ല. അതുകൊണ്ടാണ് എന്താണ് ആൾക്കാർക്ക് വേണ്ടത്? ആളുകൾക്ക് ഇങ്ങോട്ട് റാഹത്താകാൻ അവനാന്റെ പുരയിലും പറമ്പിലും മുറ്റത്തെ സ്ഥലം ഉണ്ടായിട്ടും പോരാ, നാട്ടുകാർ നാലാൾ പറയുന്ന കോലത്തില് ഏതെങ്കിലൊക്കെ ഒരു പെണ്ണിന്റെ കുടുംബക്കാരന്റെ വാക്കും കേട്ടിട്ട് ഒരു 10-20 ലക്ഷം ചെലവാക്കണം. ഒരു സാധുവിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പിരിവ് വെച്ചാൽ എടുക്കാത്തൊരു 10ന്റെ നോട്ടാവും തരിക. ഇവിടെ ഇപ്പൊ എത്ര ചെലവാക്കിയത്? 10-15 ലക്ഷം. ചിലർക്ക് നിശ്ചയത്തിന് ചെലവാക്കണം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ. എന്താ ഇത് സംഗതി? നമ്മളെ നാട്ടിൽ നിന്ന് മുമ്പ് അങ്ങനെ കേട്ടുകളിവില്ലുണ്ടോ? ഇല്ല. നമ്മളെ നാട്ടിൽ കാരണന്മാരെ 4 ആൾക്കാർ പോയി അപ്പുറത്തും ഇപ്പുറത്തും 4 ആൾക്കാർ കൂടിയിട്ട് എന്തെങ്കിലും ചെറിയ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഫാത്തിയോതി ഉറപ്പിച്ച് അങ്ങനെ വർക്കത്തിന് വിലയിലാണ്. എന്താ ഇപ്പൊ ഇന്നത്തെ ഹാല്? ഇന്നിപ്പോ ഇത് പറയാനൊന്നും പറ്റൂല എന്നായിട്ടില്ലേ? ഞാൻ പറയുവാണെങ്കിൽ സ്വീകരിച്ചോട്ടെ, ഞാനും പറഞ്ഞില്ല എന്ന് പറയണ്ടല്ലോ. പിടുത്തം വിട്ടുപോയാല് പിന്നെ അതിന്റെ പുറമെ പിന്നെ വേറെന്താണ്, ഒരു മിഠായി സൽക്കാരം, പിന്നെ ഒരു കേക്ക് മുറി സൽക്കാരം. ഒരു കേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക. ഇവിടെ കബിലത്തൊന്നും പറഞ്ഞിട്ടില്ല, പച്ച ഹറാമാണ്. ഇവനും എന്റെ ഫ്രണ്ട്സും ഇങ്ങനെ വന്നിട്ട് ഒരു കേക്ക് മുറിച്ച് വന്നാ കണ്ട് അവിടെ നിന്നൊന്നും കണ്ട് തൊടാൻ പറ്റുമോ? ഭാര്യ ആയിട്ടുണ്ടോ? ഇല്ല. കബിലത്തൊന്നും പറഞ്ഞിട്ടില്ല, സബ്ബച്ചൊന്നും മറ്റേ ഭാഗത്തൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഭാര്യയായിട്ട് എന്നിട്ട് പിന്നെ അതിന് ആ ഹറാമിന് വേറൊരു സൽക്കാരം, വേറെ ഭക്ഷണം. എന്തൊക്കെയാണ് സഹോദരങ്ങളെ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ജഹാലത്ത് പിന്നെ ഇങ്ങനെ കയറി വന്നാൽ ഇത് ജാഹിലിയത്തിലേക്ക് തന്നെ പോകുന്നതാ തോന്നുന്നു.